നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ അതിന് മറുപടിയായി 14-ാം ദിവസം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നടപടി, അതിനോട് പാകിസ്ഥാൻ പ്രതികരിച്ച രീതി, ആ പ്രതികരണത്തിന് ഇന്ത്യ നൽകിയ മറുപടി, ഇതെല്ലാം ലോകം തന്നെ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനിക്കുന്ന കാലഘട്ടമാണിത്. ജാതി വ്യത്യാസം മറന്ന്, മതവ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ എല്ലാവരും പിന്തുണയ്ക്കുമ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് ഇപ്പോഴും ഇരിപ്പുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് സാങ്കേതികമായി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കോൺഗ്രസും പിന്തുണ നൽകിയിട്ടുണ്ട്. കാരണം യുദ്ധസമാനമായ സാഹചര്യത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ആ ധർമ്മം പാലിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ദൂറിന് സ്വാഭാവികമായി ഒരു ഫോർമൽ പിന്തുണ നൽകിയത്. പക്ഷേ ആ പിന്തുണ നൽകുമ്പോഴും രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി കോൺഗ്രസിലെ പല നേതാക്കളും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ചോദ്യം. ആ ചോദ്യം എന്നത് ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നതായിരുന്നു. യാതൊരുവിധ കൊളാറ്ററൽ ഡാമേജസും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യൻ സേനയും അതുപോലെ തന്നെ സർക്കാരും ആണയിട്ട് പറയുമ്പോഴും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എത്ര എണ്ണം നഷ്ടമായി എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതിലൂടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണത്തിന് കൂട്ടുനിൽക്കുകയാണോ കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാവും എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം AICC അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിക്ക് സമാനമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ അടച്ചധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തട്ടിക്കൂട്ട് യുദ്ധമാണ് എന്നാണ് കർണാടകയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വച്ചത്. തീർച്ചയായും ഇത് രാജ്യ താൽപ്പര്യത്തിനെതിരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് വസ്തുതാവിരുദ്ധവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഈ യുദ്ധം, അതായത് യുദ്ധമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഈ സൈനിക നടപടി അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കരുത്തു തെളിയിച്ച ഒരു സംഭവമായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിലേക്ക് നിരവധി നൂറുകണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും അതുപോലെ തന്നെ മറ്റ് ഹൂതികളുമൊക്കെ തൊടുത്തുവിട്ടത്. ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആകാശത്തിൽ വെച്ച് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്ന കാഴ്ച അത്ഭുതത്തോടു കൂടിയാണ് ലോകം കണ്ടത്. അന്ന് ഇന്ത്യക്കാരും ഇസ്രായേലിനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ കുറിച്ചെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടോ എന്ന കാര്യം നമുക്കറിയില്ലായിരുന്നു. S-400 കയ്യിലുണ്ടെന്നും S-600 ഇതാ വാങ്ങാൻ പോകുന്നുവെന്നൊക്കെയുള്ള വാർത്തകളുണ്ടെങ്കിലും ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ ശത്രുവിൻ്റെ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമൊക്കെ പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോൺ പോലുള്ള ഒരു ആയുധം ഇന്ത്യയുടെ പക്കലുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഓരോ ഇന്ത്യക്കാരനും അത് മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തിനും ആ കരുത്തുണ്ട്. വളരെ കൃത്യമായി തന്നെ ശത്രുവിൻ്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് പോലും ഏതാനും ചില മിസൈലുകൾ താഴെ പതിക്കുന്നത് തടയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ഇവിടെ കൃത്യതയോടുകൂടി തന്നെ പാകിസ്ഥാൻ്റെ എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും, ലോകത്തിലെ കേൾവി കേട്ട പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. പക്ഷേ ഇന്ത്യയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അത് S-400 മാത്രമല്ല, മറ്റ് പല സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുണ്ട്. ഇവയെല്ലാം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പരീക്ഷിക്കുകയും വളരെ കൃത്യതയാർന്ന ഫലം നൽകുകയും ചെയ്തതാണ്. പ്രതിരോധ മന്ത്രി തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ആയുധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സൈന്യത്തിനെയും അതോടൊപ്പം തന്നെ അത് നിർമ്മിക്കാൻ ഒപ്പം നിന്ന ശാസ്ത്രജ്ഞനെയും ഒക്കെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു. അതിനർത്ഥം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വളരെ കൃത്യതയാർന്ന ആയുധങ്ങളടക്കം ഇതിൽ പരീക്ഷിക്കപ്പെട്ടു. കൃത്യത അത് ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ച എല്ലാ മിസൈലുകളും കൃത്യമായി തന്നെ പ്രിസിഷൻ അറ്റാക്ക് എന്ന് തന്നെയാണ് ഇന്ത്യ അതിനെ വിശേഷിപ്പിച്ചത്. കാരണം വളരെ കൃത്യതയോടുകൂടി തന്നെ ഇന്ത്യയുടെ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു. പക്ഷേ തിരിച്ച് ശത്രുവിൻ്റെ ആക്രമണങ്ങളെയെല്ലാം പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സൈനിക ശക്തി യാഥാർത്ഥ്യബോധത്തോടുകൂടി ലോകം ഉൾക്കൊണ്ട നിമിഷങ്ങളായിരുന്നു അത്. മാത്രമല്ല
മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെ 140 കോടി ജനങ്ങളെ ഇന്ത്യൻ സേന ശത്രുവിൻ്റെ ആയുധങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെ എന്നുപോലും നമ്മുടെ ജനങ്ങൾ, കൊച്ചുകുട്ടികൾ പോലും മനസ്സിലാക്കിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കുറിച്ചുള്ള ഇതുവരെ പുറത്തു വന്ന വസ്തുതകൾ പോലും മനസ്സിലാക്കാതെ, ഓപ്പറേഷൻ സിന്ദൂറിനെ വളരെ കൃത്യമായി വിലയിരുത്താതെ, ഇങ്ങനെ രാഷ്ട്രീയ കളിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അടച്ചധിക്ഷേപിക്കുക എന്ന ഒരു രീതിയിലേക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനും പോകുന്നു എന്നതാണ് നമ്മൾ ഈ കാണുന്നത്. സത്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും സാങ്കേതികമായി മാത്രം കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുകയും അവസരം ലഭിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെയും രാജ്യത്തിനെതിരെയും സംസാരിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് തെളിയിക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.